ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിത് എവിടേക്കാ പോണെന്ന് വെച്ചാൽ, എവിടേക്കാ പോണത് വിഷ്ണു? ആരുടെ എൻഗേജ്മെന്റ്? ഇവന്റെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ്. പക്ഷെ എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ വിളിക്കാത്ത എൻഗേജ്മെന്റിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ വിളിച്ചിട്ടില്ല കേട്ടാ. ബിരിയാണി വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് കൂട്ടിട്ട് പോവാണ് ഗൈസ്. അത് മലപ്പുറത്താണ് കേട്ടോ. നമ്മള് മലപ്പുറം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് എൻഗേജ്മെന്റിന്റെ അവിടെ ഷൂട്ട് ചെയ്യൊന്നും വേണ്ടല്ലോ, കാരണം എനിക്കറിയില്ലല്ലോ. ഇനി ചിലപ്പോ അവർക്ക് കംഫർട്ട് അല്ലെങ്കിലോ നമ്മുടെ ഇതൊന്നുമല്ല വേണ്ട അല്ലേ. നമ്മള് പോണ വഴിയിൽ ഫുഡ് കഴിക്കുന്നതും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. അങ്ങനെതാ നമ്മൾ നേരത്തെ തന്നെ മലപ്പുറം എത്തിയിട്ടോ. അവിടെ നിന്ന് രാവിലത്തെ ഫുഡ് നമ്മൾ ഈ ഒരു ഹോട്ടലിലാണ് കഴിച്ചത്. ഹോട്ടൽ അനുഗ്രഹാട്ടോ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തത് ആപ്പവും ഗ്രീൻ പീസും ആയിരുന്നു. ഗ്രീൻ പീസ് അത്യാവശ്യം കുറച്ച് എരിവുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ബീച്ച് എത്തിയിരിക്കുകയാണ് കേട്ടോ. എൻഗേജ്മെന്റ് ഉണ്ടല്ലോ അവിടെ 11:30-ക്കാണ് തുടങ്ങണത്. നമ്മൾ 10 മണിയാകുമ്പോൾ അവിടെ എത്തി. അപ്പോൾ അവിടെ എന്തായാലും പോസ്റ്റാണ്. അപ്പോൾ ബീച്ച് അടുത്തായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ ബീച്ചിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബീച്ചിക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഒരാളിത് അവിടെ തോണിയിൽ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്, ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോവാ, ബീച്ചിക്ക് പോവാ. എടാ വാ പോവാ. ഞാൻ കുറേ ആയിട്ടോ ബീച്ചിക്ക് വന്നിട്ട്, കുറേ ആയി, വർഷങ്ങളായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. ഇനിയിപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ അവിടെ പോകുമ്പോഴേ ഫുള്ള് എന്താണ് ബീച്ചിലെ മണ്ണും കാലൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഗൈസ്. എടാ മോനെ ഗൈസ്, ഇവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അതാ ഞാൻ പോസ് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കും. വെള്ളമാണ് എന്നാ വേണ്ട വേണ്ട വേണ്ട. ഞാൻ പിന്നെ എന്നാ ബോട്ടിന്റെ ഓണർ വന്നു വെച്ചാലേ, ബോട്ടിന്റെ ഓണർ ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളു. ബോട്ടിന്റെ ഓണർ വെച്ചാൽ തല്ലും. കാരണം ഇവിടെ ആരും ഇല്ല കേട്ടോ, ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ആൾക്കാരൊക്കെ നോക്കിയിട്ടുണ്ട് ഏതാണ് ഇതേള്. നന്നായിട്ടുണ്ടോ ചോദിച്ചാൽ കുഴപ്പമില്ല, ബോറായിട്ടുണ്ട്. കുഴപ്പമില്ല, വലിയ കാര്യമില്ല. നോക്ക്, കണ്ണട വേണ്ടായിരുന്നോ തോന്നുന്നുണ്ട്. പോർട്രേറ്റ് അല്ല. കണ്ട ഗൈസ്, നോക്ക് ചീത്ത പറയുന്നത് നോക്ക്. ഞാൻ ഇതെന്തായാലും ഇടണം അതൊക്കെ. ശരി ശരി താ, ഞാൻ പോർട്രേറ്റിലിടാം. സോറിയടാ സോറി. ആ എന്തോ ഒരു വേസ്റ്റ് ആണ്. ആ ഇത് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ഇതാ ഗൈസ് നോക്കൂതാ, പൊളിച്ചിട്ടുണ്ട്. ഈശ്വരാ, എടാ മോനെ എടുക്കണ്ടടാ, എടുക്കണ്ട്. ബോട്ടിന്റെ ഉടമയാണ് തോന്നുന്നുട്ടാ. ഈശ്വരാ, ആ ഇത് പൊളിച്ചു. ഞാൻ അപ്പളും വിചാരിച്ചു എനിക്ക് എടുക്കുമ്പോ ഒരു സുഖം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. നമ്മളില്ലേ ബീച്ചിലൊന്നും ഇറങ്ങിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഫുൾ അഴുക്കാവും, ഫുൾ ചളിയാവും. എൻഗേജ്മെന്റിന് പോണ ടൈമില് ഫുള്ള് കുളിച്ചിട്ട് പോകേണ്ടി വരും. കണ്ടോ, തിരമാല അടിക്കണ കാണുമ്പോ ഉണ്ടല്ലോ നല്ല പേടിയാവണു. കണ്ടോ, എനിക്ക് പോണെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. ഇതുവരെ വന്നിട്ട് പോവാണ്ട്. പക്ഷെ അടിക്കണ കാണുമ്പോ ഉണ്ടല്ലോ നല്ല പേടിയാവുന്നുണ്ട്. എന്താന്നറിയില്ല, ഇതിന്റെ അടുത്ത് വന്നപ്പോ ഭയങ്കര ഒരു പേടി പോലെ. വിളിക്കാതെ കല്യാണത്തിന് ഞാൻ ഒന്ന് പോസ്റ്റ് അടിച്ചിരിക്കണേ. പോസ്റ്റാണ് ഗൈസ്, പോസ്റ്റാണ്. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, ഞങ്ങൾ വന്നത് കല്യാണത്തിനല്ല എൻഗേജ്മെൻറ്റിനാണ്. ഞാനൊരു ആ ടെൻഷനിലൊന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ അവിടെ നിന്ന് ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, വിളിക്കാണ്ട് വന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഒരു ടെൻഷൻ. പിന്നെ എന്താ, നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കണ്ടപ്പോൾ ആ ടെൻഷനൊക്കെ മാറി കേട്ടോ. എനിക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ ഫുഡ് കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. ടേസ്റ്റ് ഒന്നും പറയാനില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് മലപ്പുറത്തെ ബിരിയാണി കഴിക്കുന്നത്, ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അവിടെ ഒരാൾ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ 2-3 കുട്ടികളുണ്ട്, ആൺകുട്ടികളല്ല പെൺകുട്ടികളുണ്ട്. നോക്കിയാ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഫുഡ് അടിപൊളിയായിരുന്നു, വെറൈറ്റി ഫുഡായിരുന്നു. എന്താണ് മൈക്ക് തന്നു, ഞാൻ മലപ്പുറം മൊത്തം അറിയിക്കുക, വായി നോക്കാൻ വന്നിരിക്കുകയാണ്. തല്ല് വാങ്ങിച്ചു തരും തോന്നണു. ഒരു സുഖം, എനിക്കിങ്ങനെ പറയുമ്പോൾ ഒരു രസം. അങ്ങനെ എൻഗേജ്മെന്റ്, ഫുഡ് അടി കഴിഞ്ഞു, എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഞങ്ങളിത് അവർ ഫോട്ടോഷൂട്ടിന് പോകുന്നുണ്ട്, അപ്പോൾ നമ്മളെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടിന് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അവരുടെ ഒപ്പം. പിന്നെ എന്താന്ന് വെച്ചാൽ വിളിക്കാത്ത എൻഗേജ്മെന്റിന് പോയപ്പോൾ ഒരു ഭയങ്കര ചമ്മലുണ്ടായിരുന്നു. എനിക്കെന്തോ പോലെ ഉണ്ടായിരുന്നു, ഭയങ്കര ഇത്. പിന്നെ സ്റ്റേജിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ കുഴപ്പമില്ല തോന്നി. പിന്നെ ഫുഡൊക്കെ അടിച്ചപ്പോൾ അതും കുഴപ്പമില്ല തോന്നി. പിന്നെ എന്താ ഒരു ഉപകാരം എന്താ അറിയോ, അറിയണ ആരുമില്ല, നാട്ടുകാരും ജോലി കിട്ടിയില്ലേ, കല്യാണമായില്ലേ, പഠിത്തം കഴിഞ്ഞില്ലേ, ഒന്നും ചെയ്യില്ലേ, അതൊന്നും പറയാൻ ആരുമില്ല. അതുകൊണ്ട് ഒരു നല്ല സമാധാനമുണ്ട്. ഗൈസ്, ഇതാണ് കേട്ടോ മന. നമ്മൾ ഫോട്ടോഷൂട്ടിന് വന്ന മനയാണ്. ഒരു രക്ഷയില്ല, അടിപൊളി, ഭയങ്കര വൈബായിട്ടുള്ള പ്ലേസ് കേട്ടോ. അത് അവിടെ ഒരാൾ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി, ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ കാറിൽ കുറേ ചുറ്റി തിരിഞ്ഞില്ലേ, അതിന് ഇത് അടിപൊളിയായി, പ്ലേസ് അടിപൊളിയായിട്ട് കിട്ടി. ഞാൻ വിചാരിച്ചു മനാന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ല രസമുണ്ട്, ഇനിയുണ്ട്. ഇതെന്താണ് മറ്റേ ജാതിക്കല്ലേ, കുറേ ഷൂട്ടുണ്ട്. ഫുള്ള് കല്യാണ ഷൂട്ടാണ് ഇവിടെ ഉള്ളത് കേട്ടോ, ഫുള്ള് കല്യാണ ഷൂട്ടാണ് ഉള്ളത്. ഇവരിത് ഫോട്ടോഷൂട്ടിന് കൊടുത്തിരിക്കുകയാണോ? പക്ഷെ അടിപൊളി സ്ഥലം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. പൂച്ച ഹേയ് ഹലോ ഗൈസ്, അടിപൊളി സ്ഥലം കേട്ടോ. ഫോട്ടോഷൂട്ടിന് കൊടുത്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഒരാളുടെ വീടാണ്. വീടെന്ന് പറഞ്ഞാൽ ഇല്ലം പോലെ കെട്ടിയിരിക്കുക അല്ലേ. നല്ല രസമുണ്ട് കാണാൻ, എന്തു ഭംഗിയാ അറിയോ. വിളക്ക്, ഒശോ, ഭയങ്കര മൈൻഡൊക്കെ സെറ്റ് ആവാൻ. ഈ ഒരു കളർ കാണുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ. എടാ ഇവിടെ കോഴി ഉണ്ട്, കോഴിയുണ്ട്, ആടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ജാതിക്ക മരം കുറേ ഉണ്ട്. എന്താ ചുറ്റിക്കാണാൻ കുറേ നല്ല നല്ല പ്ലേസസ് ഉണ്ട്. നീ നടന്നു വരുന്നത് എടുക്കില്ല, ഞാൻ വീഡിയോ എടുക്കുക. ഞാൻ അത് കഴിഞ്ഞിട്ട് എടുത്തു തരാം. പക്ഷെ റീൽസ് എടുക്കാനും ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളിയായിട്ടുള്ള പ്ലേസ് ആണ്. ഇത് കണ്ടില്ലടാ ഗൈസ്, ഇത് നോക്കൂ, എൻ്റെ പൊന്നെ. ഇതൊക്കെ ഞാൻ സിനിമയിലാണ് കണ്ടിട്ടുള്ളത്. ഇത് ഞാൻ നേരിട്ട് ആദ്യമായിട്ട് ഇത് കാണുന്നത്. നല്ല ആഴുണ്ടാവോ? നല്ല ആഴുണ്ടല്ലേ. സ്റ്റെപ്പുകൾ ഇറങ്ങിപ്പോയാലോ? നോക്ക്, വല്ല പ്രേതാലയം പോലെ സിനിമ ഹൊറർ മൂവിയിലൊക്കെ വരില്ല, അതും പണ്ടത്തെ ഹൊറർ മൂവിയിൽ വരുന്ന ഒരിത്. അടിപൊളി സ്ഥലം. മേലെയൊക്കെ കണ്ടോ, ഫുള്ള് ഓടൊക്കെ ഇട്ടിട്ട്. ചിലപ്പോൾ ഇത് മറ്റേ ഒരു സിനിമ, മമ്മൂട്ടിൻ്റെ ഒരു സിനിമ ഇല്ലേ, ഇതിൽ വീണു എന്ന് വെച്ചാൽ വേറെ എവിടെയോ പോയി പൊങ്ങണത്, ദ്രോണ, അതുപോലെയൊക്കെ ആയിരിക്കും ഈ കുഴിയോ. പിന്നെ ഇവിടെ കുറേ കാറുകളുണ്ട് കേട്ടോ, മോറിസൊക്കെ ഉണ്ട്, പിന്നെ കാളവണ്ടികളുണ്ട്. നമുക്കതിൻ്റെ അവിടെയൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കാം. അടിപൊളി പ്ലേസാണ് കേട്ടോ. ഞാൻ ഈ പ്ലേസിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ആ ഒരു സന്തോഷമായിരുന്നു. അതാണ് ഞാൻ അത്രയും ആ വീഡിയോസിൽ ഇങ്ങനെ ആ സ്ഥലങ്ങളെ കുറിച്ച് പൊക്കി പറയുന്നത്. പിന്നെ അതാ നമ്മൾ അവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നമുക്ക് നേരത്തെ വീടെത്തണം. അതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങി. ഞങ്ങളിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏത് പാട്ടായിരുന്നു? എനിക്ക് തോന്നുന്നത് കൺമണി അൻപോടാണ് തോന്നുന്നുണ്ട്. അതിങ്ങനെ വെച്ചിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഞാൻ ഇട്ടിരിക്കുന്ന ഈ സൺഗ്ലാസ് വന്നിട്ട് മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ ഗ്ലാസ് വാങ്ങിച്ചതല്ലേ മുതലാക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ഇട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് ഡ്രസ്സ് വാങ്ങിച്ചതെന്ന്. ഡ്രസ്സ് പാലക്കാടുള്ള MK സിൽക്സ് നിന്നാണ് ഈ ഒരു ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചത്. പോണ വഴിക്ക് ഇതാ
ഇങ്ങനെ ഒരു പരിപാടി കണ്ടു കേട്ടോ. വേലയാണ് തോന്നുന്നുണ്ട് എനിക്ക്. ഞങ്ങളപ്പോൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് നേരം കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ അതൊക്കെ കഴിഞ്ഞ് ഒറ്റപ്പാലം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒറ്റപ്പാലം എന്താ ഈ ഒരു ഷോപ്പിൽ നമ്മൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വ്യൂ അടിപൊളിയാണ് കേട്ടോ ഈ ഷോപ്പിൽ. പിന്നെ ഞാൻ കാപ്പിയാണ്, എനിക്ക് എന്താണെന്നറിയില്ല ഈ ഇടയായിട്ട് കാപ്പിനോട് ഭയങ്കര ഇഷ്ടം, അതും ബ്രൂ കാപ്പി. അപ്പോൾ എന്താ കാപ്പി ഓർഡർ ചെയ്ത് ഇങ്ങനെ കുടിക്കായിരുന്നു. എനിക്ക് പിന്നെ ആ ഒരു ഗ്ലാസ്സിൽ കുടിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ, കയ്യിൽ നിന്ന് വീണു പൊട്ടുമോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതാ ഈ ഒരു കടി ഉണ്ടല്ലോ അവിടുത്തെ സ്പെഷ്യൽ കടിയാണ് ഇത്. ബ്രെഡിൻ്റെ പഴംപൊരി ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എന്താണ് അത് ബ്രെഡിലാക്കിയിട്ടാണ് തരുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്പ് ഉണ്ടല്ലോ പുലർച്ചെ 2 മണി വരെ ഉണ്ടാവും. ഇത് രാത്രി മാത്രം തുറക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് ടൈമിംഗ് പറഞ്ഞത് 5 മണി ടു 2 മണി വരെയോ അങ്ങനെ മറ്റുമാണ് ഈ ഒരു കട തുറക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സ്നാക്സ് എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി. കുഴപ്പമൊന്നുമില്ല. തൊണ്ടയ്ക്ക് ഒരു ചെറിയ കിച്ച് ഉണ്ട്, അതാണ് ഇങ്ങനെ സൗണ്ട് ഇടയ്ക്ക് ഇടറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒന്നും ഓഫ് ചെയ്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് സ്പൈസി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം, എന്തെങ്കിലും സ്നാക്സ് കഴിച്ചാൽ മതി ആയിരുന്നു. പക്ഷെ അവിടെ ഈ ഒരു സ്നാക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഒന്ന് മതി, ഇത് കഴിക്കുമെന്ന് തന്നെ അറിയില്ല എന്ന് പറഞ്ഞ ആളാണ് രണ്ടാമതും ഓർഡർ ചെയ്തിട്ട് അതന്നെ കഴിച്ചത് കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമായി. കഴിച്ച് വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. ഇതാണ് അവിടുത്തെ വ്യൂ കേട്ടോ. ട്രക്കിലൊക്കെയാണ് നമ്മളിരുന്ന് ഫുഡ് കഴിക്കുന്നത്. പിന്നെ പുലർച്ചെ 2 മണി വരെ ഉള്ളതുകൊണ്ട് നൈറ്റ് വൈബൊക്കെ അടിപൊളിയായിരിക്കും വിചാരിക്കുന്നു. കാരണം നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. ഒരു ചാൻസ് കിട്ടിയാൽ ഞങ്ങൾ എന്തായാലും വരും കേട്ടോ. എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് ഇവിടുത്തെ ഒരു നൈറ്റ് വൈബൊക്കെ. അങ്ങനെതാ ഞങ്ങൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീടെത്താറായിട്ടോ. ഇനി അത്രേ ഉള്ളൂ വീഡിയോസ്. പിന്നെന്താണ്, എൻജോയ് ചെയ്ത മലപ്പുറം ഫുഡ് അടിപൊളിയായിരുന്നു അല്ലേ. ഫുഡ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ്, അതാണ് ഫുഡാണ് മെയിൻ. പിന്നെ ആ ഫോട്ടോഷൂട്ട് എടുക്കാൻ പോയ സ്ഥലമില്ലേ, എന്താണ് ആ ഇല്ലം, ഞങ്ങൾക്ക് കറക്റ്റ് സ്ഥലമൊന്നും അറിയില്ല. ഞങ്ങൾ അവരുടെ ബാക്കിൽ പോയി ആ സ്ഥലത്ത് എത്തിപ്പെട്ടു, അത്രയേ ഉള്ളൂ. അപ്പം എന്താ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. പറയടേ ഭാവി